ഇവിടെ സിംബ എന്തെങ്കിലും കിടക്കുന്നേ? സിംബ പെട്ടെന്ന് എഴുന്നേക്ക് പ്ലീസ്. സിംബ എഴുന്നേക്ക്. നീ പോയി ഓട്ട മത്സരം എപ്പോഴാണ് നോക്കിട്ട് വേഗം വാടാ. സിംബ നീ എഴുന്നേക്ക് സിംബ. വേഗം എഴുന്നേക്ക് സിംബ. ഒന്ന് എഴുന്നേക്ക് സിംബ പ്ലീസ്. സിംബ എന്താ ചെയ്യുന്നേ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ ഒരുപാട് കൊടുക്കരുതെന്ന്. ഇപ്പൊ കണ്ടോ അത് ടയേർഡായി കിടന്നുറങ്ങുന്നേ. സാരമല്ല, ഡോണ്ട് വെറി. ഓൻ ഓടിച്ചെന്ന് കുറച്ച് വെള്ളം എടുത്തോണ്ട് വേഗം വാ. ഓക്കേ അങ്കിൾ. ഏയ് സിംബ, സിംബ. അങ്കിൾ ഇന്ന വെള്ളം. ഗുഡ്, ഇങ്ങതാ. യാ കുടിക്ക കുടിക്ക കുടിക്ക. നല്ല കുട്ടി നല്ല കുട്ടി നല്ല കുട്ടി. ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല. ദേ കേട്ടില്ല, അനൗൺസ് ചെയ്യുന്നു. വരും നമുക്ക് അങ്ങോട്ട് പോകാം. ഫ്രണ്ട് ലൈനിൽ ഡോഗ്സ് എല്ലാം നീ എങ്ങനെയെങ്കിലും ജയിക്കാൻ നോക്കണം കേട്ടല്ലോ. വിസിൽ അടിച്ച ഉടനെ ഇവനെ വിട്ടോണം. ഓക്കെ പറഞ്ഞിട്ടല്ലോ. റോക്കി 3ാം സ്ഥാനവും നേടിക്കഴിഞ്ഞു. വെരി സോറി സിംബ, ആദ്യ 2 റൗണ്ടും നന്നായി പെർഫോം ചെയ്തെങ്കിലും ഈ റൗണ്ടിൽ 4ാം സ്ഥാനമാണ് നേടിയിരിക്കുന്നത്. അർജുൻ, അർജുൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട് അർജുൻ. സിംബ ജയിച്ചതിന് നിന്നെ കാണണമെന്ന്. അതെങ്ങനെയാ? ഫോർത്ത് ആണല്ലോ സിംബ. ഇല്ല, 3ാമത് വന്ന ഡോഗിന് റം കൊടുത്തു എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജഡ്ജസ് അതിനെ ഡിസ്ക്വാളിഫൈ ചെയ്തു. ഇപ്പൊ 4th വന്ന ഡോഗ് 3rd വന്നിട്ടുണ്ട്. സത്യമാണോ? ആ അതെ. കൺഗ്രാറ്റ്സ് അർജുൻ. മെയിൻ കോമ്പറ്റീഷൻ കോയമ്പത്തൂരിലാണ് നടക്കുന്നത്. എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. ഓക്കെ, താങ്ക് യു സർ. എടാ ഇന്നാടാ. ഏയ് കൺഗ്രാറ്റ്സ്. താങ്ക് യു. ലക്കി ഡോഗ് ലക്കി ഡോഗ്. ഗുഡ് ഡോഗ് ഗുഡ് ഡോഗ്. നന്നായിട്ട് ട്രെയിൻ ചെയ്യും. തീർച്ചയായും വിജയ്. യു ഗോട്ട് എ ഗുഡ് ചാൻസ്. സീ യു ബെസ്റ്റ് ഓഫ് ലക്ക്. ബൈ. ആ ഹസ്കിയുടെ ഡീറ്റെയിൽസ് എനിക്ക് 1 മണിക്കൂറിനുള്ളിൽ കിട്ടിയിരിക്കണം. അങ്കിളിന്റെ ഡോഗ അച്ഛാ. കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസാ വാങ്ങിയത്. നമ്മുടെ സിംബ 3rd പ്രൈസ്. മെഡൽ കണ്ടോ? വെരി ഗുഡ് ചക്രേ. കേക്ക് അർജുന് വേണ്ടി വാങ്ങിയതാ, അതുകൊണ്ട് വെക്കാം. ഹലോ മിസ്റ്റർ ശാങ്ക്, ആം ഫെർണാണ്ടോ. കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. കേട്ടിട്ടുണ്ട് സാർ, പക്ഷെ ആദ്യമായിട്ടാ സാറിനെ നേരിൽ കാണുന്നേ. ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരില്ലായിരുന്നു. നോ, എനിക്ക് നിങ്ങളെ ഇവിടെ വന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഐ കം ടു ദ പോയിന്റ്. നിങ്ങൾ നിങ്ങളുടെ ഡോഗിനെ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. കോമ്പറ്റീഷനിൽ വെച്ച് കണ്ടിരുന്നു. അയ്യോ, ഞാനല്ല സാർ, എല്ലാം എൻ്റെ മോനാ ചെയ്യുന്നത്. അവനൊരു തമാശയ്ക്ക് വേണ്ടി കോമ്പറ്റീഷനിൽ കയറിയതാ. സിംബ എന്ന് വെച്ചാൽ അവന് ജീവനാ. ബട്ട് യു സീ, ഈ ബ്രീഡിന് താമസിക്കാൻ പറ്റിയ സ്ഥലം ഇതല്ല. ഐ വാണ്ട് ടു ബൈ യുവർ ഡോഗ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എത്ര തരും? നിങ്ങളുടെ വീടിന്മേലുള്ള മൊത്തം കടവും പലിശടക്കം ഞാൻ അടയ്ക്കാം. അങ്കിൾ, ഞാൻ സിംബനെ തരത്തില്ല. അച്ഛാ പ്ലീസ് അച്ഛാ ഒന്ന് പറയ. അച്ഛാ സിംബനെ തരത്തില്ലെന്ന്. വേണ്ടാന്ന് പറയാ അച്ഛാ. ശരി മോനെ. അർജുൻ, സിംബ സിംബ മിണ്ടായിരിക്കണം. അച്ഛാ കുറച്ചൊരു മിണ്ടായിരിക്കൂ. സോറി സാർ, ഞങ്ങൾക്ക് സിംബ വിൽക്കാൻ താല്പര്യമില്ല. എന്താ ശങ്കറേ, അപ്പൊ കടം മേടിച്ച കാശ് തിരിച്ചു തരാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? നിങ്ങൾക്ക് ഇനിയും ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വിചാരിച്ചാൽ ഈ വീട് പോലും ജപ്തി ചെയ്യാൻ കഴിയും. പക്ഷെ അതൊന്നും ആവശ്യമില്ലെന്ന് നേരിട്ട് പറയാൻ വന്നത്. നിങ്ങളുടെ നായ ഇനി മത്സരത്തിൽ പങ്കെടുക്കാൻ പാടില്ല. ഇതെൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അതല്ല, എൻ്റെ വാക്ക് മറികടന്ന് മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞാൽ നടക്കുന്നത് വേറെയായിരിക്കും. ഒരു കാര്യം പറയട്ടെ, ഈ ഭീഷണിപ്പെടുത്തലൊന്നും എന്നോട് വേണ്ട. വാങ്ങിയ കാശ് എങ്ങനെ തിരിച്ചു തരണമെന്നറിയാം. കൊടുത്തു തൊലച്ചു. അദ്ദേഹം മാന്യനായതുകൊണ്ട് നമ്മുടെ കടമൊക്കെ വീട്ടാന്ന് പറയുന്നു. മിണ്ടാതെ അദ്ദേഹത്തിന് നായെ കൊടുക്കാതെ വിവരക്കേട് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അച്ഛാ, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൈനീട്ടി കാശ് വാങ്ങിയത് ശരിയാ. അതിന്റെ പലിശ മുതലിനേക്കാൾ കൂടുതൽ അടയ്ക്കുകയും ചെയ്തു. ഞാൻ വാക്ക് പറഞ്ഞ പോലെ ബാക്കി പൈസ നിങ്ങളുടെ കയ്യിൽ ഈ മാസം എത്തും.